ഭക്തനായി ജീവിക്കാനോ നന്മ ചെയ്യാനോ പ്രാർത്ഥിക്കാനോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനോ ഇതിനൊന്നും ആരുടെ സഹായം വേണ്ട? പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണ്ട. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ രക്ഷിക്കപ്പെടണമെന്നില്ല, സ്നാനപ്പെടണമെന്നും ഇല്ല. നമ്മുടെ പ്രാർത്ഥന അന്തരീക്ഷ മണ്ഡലത്തിൽ ശത്രു തടഞ്ഞു വെക്കുന്നു. നമ്മൾ പിന്നെ 21 ദിവസം ഉപവാസത്തിലിരുന്ന് പവർവിഷനെ കാണുന്ന സ്പെഷ്യലിസ്റ്റിനെ വിളിച്ചുകൊണ്ട് വന്ന് അതിനെ അന്തരീക്ഷ മണ്ഡലത്തിൽ തടയുന്ന മണ്ഡലങ്ങളെ വെട്ടി പൊട്ടിച്ച് എന്നിട്ടൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതെന്നാണ് പറയുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 15-ാമത്തെ വേദഭാഗം ഇന്ന് ദൈവവചന ധ്യാനത്തിനായി നമുക്ക് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 15-ാമത്തെ വാക്യം. 8-ന്റെ ഭയപ്പെടേണ്ടതിന് നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത് നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. മതി. വളരെ പരിചിതമായ ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ തിരുവചന ഭാഗം, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് കടന്നു വന്ന ദൈവ കുഞ്ഞുങ്ങളായിരിക്കുന്ന നമ്മോട് തന്നെയാണ് പൗലോസ്ലീഹ നിങ്ങൾ ഭയപ്പെടരുതെന്ന് പറയുന്നത്. ആ റോമാലേഖനം എഴുതി തുടങ്ങുമ്പോൾ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ അത് ആരെ അഡ്രസ്സ് ചെയ്താണ് സംസാരിക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. വായിച്ചാട്ടെ. അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. അപ്പൊ എഴുതുന്ന ആളെ പരിചയപ്പെടുത്തി. ഇങ്ങനെ ഒരാളാണ് എഴുതുന്നത്. ഇനി ആർക്കാണ്? റോമയിൽ ദൈവത്തിനും പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നു. വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായ എല്ലാവർക്കും എഴുതുന്നത്. നോക്കേ, അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവകൃപയിലേക്ക് കടന്നു വന്ന ദൈവ കുഞ്ഞുങ്ങളെ സ്വർഗത്തിലെ ദൈവം സൗജന്യമായിട്ട് ഇട്ട പേരാണ് വിശുദ്ധന്മാർ. നാട്ടിലെ ക്രിസ്ത്യാനികൾ വിശുദ്ധന്മാരെ ആക്കുന്ന എങ്ങനെ? അവർക്ക് വേണ്ടപ്പെട്ട ഒരാളെ പിടിച്ച് കണ്ണാടിക്കൂട്ടിൻ്റെ അകത്ത് കയറ്റി ഒരു ദിവസം അങ്ങ് പ്രഖ്യാപിക്കും, ഇത് വിശുദ്ധനാണ് എന്നവർ പ്രഖ്യാപിച്ച് ഒരു ATM കൗണ്ടർ പോലെ ഏതെങ്കിലും കവലെ കൊണ്ടുവച്ച് ഒരു വഞ്ചിക്കുറ്റിയും വെച്ച് അവിടെ ഇരുത്തും. എന്നാൽ വേദപുസ്തകം അങ്ങനെയല്ല പറയുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ജീവിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ സ്വർഗത്തിലെ ദൈവം സൗജന്യമായിട്ട് വിളിച്ച പേരാണ് വിശുദ്ധന്മാർ. അങ്ങനെ ഒരു പട്ടികയിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വിശുദ്ധന്മാരെന്ന പട്ടിക ഇല്ലാതെ നമ്മൾ ദൈവത്തോട് എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ അത് കിട്ടുമോ കിട്ടത്തില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ രക്ഷിക്കപ്പെടണമെന്നില്ല, സ്നാനപ്പെടണമെന്നും ഇല്ല. ചില ആളുകൾ പറയും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ചർച്ചിലൊന്നും വന്നില്ലെങ്കിലും ഇന്ന് വരെ ഞങ്ങൾ ചോദിച്ചതിനൊക്കെ ദൈവം മറുപടി, ഞാൻ ഇന്ന് വരെയും പ്രാർത്ഥിച്ചതിനൊക്കെ ദൈവം എനിക്ക് മറുപടി തരുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. അത് മാത്രമല്ല, ചില കാഴ്ചകളൊക്കെ ദൈവം എന്നെ കാണിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ കാണുന്ന ഒരാളാണ്. ആരാ? വായിച്ചേ. കൈസരിയിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നേലിയോസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു, പട്ടാളക്കാരൻ. അയാളെ കുറിച്ച് അവൻ ഭക്തനും. നോക്കൂ, അയാളെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്ന ചില ക്വാളിറ്റി. അവൻ ആരാണ്? ഒന്ന് ഭക്തനാണ്. 2 തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി. ഒന്നവൻ ഭക്തനാണ്. 2 കുടുംബമായിട്ട് ദൈവ ഭയമുള്ളവനാണ്. അടുത്തത് ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും. 3 ആരെന്ത് ചോദിച്ചാലും കൊടുക്കാൻ മനസ്സുള്ള, നന്മ ചെയ്യാൻ മനസ്സുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയാണ്. അടുത്തത് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അത് നമുക്ക് പോലും ഇല്ലാത്ത ക്വാളിറ്റിയാണ്. എന്താണ്? എപ്പോഴും പ്രാർത്ഥിക്കുക. പട്ടാളക്കാരന് തീരെ സമയമില്ലാത്തൊരു മനുഷ്യൻ, എന്നാലും പ്രാർത്ഥിച്ചു പോന്നു.
ഓക്കെ, അടുത്ത വാക്ക്. അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്ത് വരുന്ന സ്പഷ്ടമായി കണ്ടു. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, 4 ക്വാളിറ്റി ദൈവം പറഞ്ഞു. 1, അവൻ ഭക്തൻ. 2, കുടുംബമായി ദൈവഭയമുള്ളവൻ. 3, നന്മ പ്രവൃത്തി ചെയ്യുന്നവൻ. 4, എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ. 5-മത്തെ ഒരു യോഗ്യത കൂടെ താൻ പ്രാപിച്ചു. ദർശനം കണ്ടു. എങ്ങനെ കണ്ടു? എങ്ങനെ കണ്ടു? എങ്ങനെ കണ്ടു? സ്പഷ്ടമായി കണ്ടു. സ്പഷ്ടമായി കണ്ടു. അപ്പൊ ദർശനത്തിന് ഒരു ക്ലാരിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിലെ ചില ആളുകൾ പറയടി, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേടി ഒരു ഓലമടൽ താഴോട്ട് വീഴുന്നത് കണ്ടു, ചക്ക വഴുതിരിക്കുന്നത് കണ്ടു, ഒരാന ഇങ്ങനെ അങ്ങ് തിരിഞ്ഞു നിൽക്കുക, ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നോക്ക്, ചക്കയും മാങ്ങയും തേങ്ങയും ഒന്നും അല്ല, ദർശനം എന്ന് പറയുന്നതിന് ഒരു ക്ലാരിറ്റി ഉണ്ട്. യോഹന്നാനോട് ചോദിക്കണം, പത്മോസിൽ കണ്ട ദർശനം എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോടിന് സദൃശമുള്ള കാലുകളുള്ളവനായി, രാജമുടി ധരിച്ചവനായി, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദം പുറപ്പെടുവിക്കുന്നതിനായി, സൂര്യനേക്കാൾ വെല്ലുന്ന തേജസ്സുള്ളവനായ തേജോമയനായ ക്രിസ്തു ഞാൻ കണ്ണുകൊണ്ട് കണ്ടു. അപ്പൊ നോക്ക, ദർശനം എന്ന് പറയുന്നതിന് ഒരു ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ചക്കയും മാങ്ങയും തേങ്ങയും കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിന് വേദപുസ്തകം പറയുന്നത് സ്വപ്നം എന്നാണ്. ഒരു സ്വപ്നം. യോസഫ് കണ്ടല്ലോ, നെൽക്കതിരും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെ കണ്ടല്ലോ, കുഴപ്പമില്ല. അങ്ങനെ ഒരു സ്വപ്നം. സ്വപ്നത്തിന് വ്യാഖ്യാനം ആവശ്യമുണ്ട്, ദർശനത്തിന് വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അപ്പൊ ഈ 5-മത്തെ ക്വാളിറ്റിയും പ്രാപിച്ച കൊർന്നേലിയോസിന്റെ അടുക്കൽ ദൂതൻ വന്നിട്ട് പറഞ്ഞ വാചകം എന്താണെന്ന് ശ്രദ്ധിച്ചേ, വായിച്ചോ. കൊർന്നേലിയോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും, നിന്റെ പ്രാർത്ഥനയും നീ ചെയ്യുന്ന പുണ്യപ്രവർത്തികളും ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. ദൈവം എവിടാ ഇരിക്കുന്നേ? ദൈവം എവിടാ ഇരിക്കുന്നേ? എവിടാ ദൈവം എവിടാ വസിക്കുന്നേ? അത്യുന്നതൻ സ്വർഗത്തിൽ വസിക്കുന്നു. അപ്പൊ ദൈവം സ്വർഗത്തിൽ വസിക്കുന്ന ഇടത്ത് ഈ മനുഷ്യന്റെ പ്രാർത്ഥനയും നന്മ പ്രവൃത്തിയും എല്ലാം എവിടെ എത്തി? സ്വർഗത്തിൽ എത്തി. നമ്മുടെ പ്രാർത്ഥന അന്തരീക്ഷ മണ്ഡലത്തിൽ ശത്രു തടഞ്ഞു വെക്കുന്നു. നമ്മൾ പിന്നെ 21 ദിവസം ഉപവാസത്തിലിരുന്ന് പവർവിഷനെ കാണുന്ന സ്പെഷ്യലിസ്റ്റിനെ വിളിച്ചുകൊണ്ട് വന്ന് അതിനെ അന്തരീക്ഷ മണ്ഡലത്തിൽ തടയുന്ന മണ്ഡലങ്ങളെ വെട്ടി പൊട്ടിച്ച് എന്നിട്ടൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു വിശാചം തടഞ്ഞില്ല, ഒരു പ്രശ്നവും ഇല്ല. അവൻ്റെ പ്രാർത്ഥനയും പുണ്യപ്രവൃത്തിയൊക്കെ എവിടെ എത്തി? സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മുമ്പിലെത്തി. മറുപടിയായിട്ട് ആര് വന്നു? ദൂതനും വന്നു. പക്ഷെ വന്നിട്ട് അടുത്ത വാക്കെന്താ പറഞ്ഞത്? ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശിമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശിമോൻ എന്നൊരുവനോട് കൂടെ പാർക്കുന്നു. അവന്റെ വീട് കടപ്പുറത്ത് ആകുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, എന്നെ ശ്രദ്ധിച്ചേ. 5 യോഗ്യതയുള്ള മനുഷ്യന്റെ അടുക്കൽ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയാണ്, പട്ടാളക്കാരനോട് പറയാണ്, നീ യോപ്പയിലേക്ക് ആളയച്ചിട്ട് പത്രോസ് എന്ന് പറഞ്ഞൊരു ഉപദേശി അവിടെ ശിമോന്റെ വീട്ടിൽ പാർക്കുന്നുണ്ട്, തോൽക്കൊല്ലന്റെ വീട്ടിൽ പാർക്കുന്നുണ്ട്, അവനെ നിന്റെ വീട്ടിലോട്ട് ഒന്ന് വിളിപ്പിക്കണം. എൻ്റെ ഒരു ചിന്ത പറയാം. ഇവിടെ ഈ സന്ദർഭത്തിൽ കൊർന്നേലിയോസിന് വേണമെങ്കിൽ ദൂതനുമായിട്ട് ഒന്ന് പിണങ്ങാം. എന്താ കാര്യം? അവന് തിരിച്ചു പറയാൻ ചില കാര്യങ്ങളുണ്ട്. 1, ഞാൻ ആരാണ്? ഭക്തനാണ്. 2, കുടുംബത്തോടെ ദൈവത്തെ ഭയപ്പെടുന്നവനാണ്. 3, പുണ്യപ്രവൃത്തികളും നന്മ പ്രവൃത്തികളും ചെയ്യുന്നവനാണ്. 4, എപ്പോഴും. ഇതെല്ലാം പോരാഞ്ഞാട്ടെ എൻ്റെ പ്രാർത്ഥന, എൻ്റെ പുണ്യപ്രവൃത്തികളൊക്കെ എവിടെ എത്തി? സ്വർഗത്തിലെത്തി. മറുപടിയായിട്ട് ആര് വന്നു? ദൂതനും വന്നു. അങ്ങനെയുള്ളപ്പോൾ ഇനി ഈ പട്ടാളക്കാരനായി ഞാൻ എൻ്റെ കുടുംബത്തിൽ പണ്ടങ്ങാണ്ട് മീൻ പിടിച്ചുകൊണ്ട് നടന്ന ഒരുത്തനല്ലേ ഈ പത്രോസ് എന്ന് പറയുന്നത്. പണ്ടങ്ങാണ്ട് മീൻ പിടിച്ചുകൊണ്ട് നടന്നേ, ഇപ്പം എങ്ങാണ്ട് വെള്ള ചൂപയൊക്കെ ഇട്ട് നടക്കുന്ന ഒരു ഉപദേശിയല്ലേ. അങ്ങനെയുള്ളവനെയൊക്കെ എൻ്റെ വീട്ടിൽ വിളിക്കേണ്ട ആവശ്യം എന്താ? ഓൾറെഡി എനിക്ക് ഇത്രയും ക്വാളിറ്റി ഉണ്ട്. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. മറുപടിയായിട്ട് ദൂതനെ എൻ്റെ വീട്ടിൻ്റെ അകത്തും അയച്ചിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലും എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഉപദേശിമാരെയൊക്കെ എൻ്റെ വീട്ടിൽ വിളിക്കേണ്ട കാര്യം എന്താ എന്ന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആർക്ക് ചോദിക്കാം? കൊർന്നേലിയോസിന് ചോദിക്കാം. ചോദിച്ചാൽ സ്വർഗത്തിൻ്റെ മറുപടി എന്തായിരിക്കുന്നറിയോ? കൊർന്നേലിയോസേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ പുണ്യപ്രവൃത്തിയൊക്കെ എവിടെ എത്തി? സ്വർഗത്തിലെത്തി. ബട്ട് നീ അവിടെ എത്തത്തില്ല. പിടികിട്ടിയോ? ഇത്രയും ക്വാളിറ്റിയുള്ള, ഇത്രയും നന്മയുള്ള നീ ഒരിക്കലും എവിടെ പോകരുത്? നരകത്തിൽ പോകരുത്. നീ എവിടെ എത്തണം? അതിനാണ് ഉപദേശം വിളിപ്പിക്കാൻ പറഞ്ഞത്. ഇനി കേട്ടോണേ, പത്രോസ് വന്നു, ദൈവവചനം പ്രസംഗിച്ചു. അപ്പോൾ അവിടെ കൂടിയിരുന്നവരൊക്കെ പത്രോസിനോട് പറയുന്നൊരു വാക്കുണ്ട്, നീ വന്നത്
ഉപകാരം, നീ വന്നത് ഉപകാരം. ദൈവം നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾക്കുവാൻ ഞങ്ങളെല്ലാവരും ഇവിടെ കൊർന്നേലിയോസിന്റെ വീട്ടിൽ കൂടിയിരിക്കുന്നതല്ല എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു. പത്രോസ് വന്നു, ദൈവവചനം പ്രസംഗിച്ചു. എന്ത് സംഭവിച്ചു? 44 വാക്യം, 10:44. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അടുത്തത്, അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മ ദാനം ജാതികളുടെ മേലും പകർന്നതു കണ്ടു വിസ്മയിച്ചു. നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. അവൻ ചില ദിവസം അവിടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. ഈ 5 ക്വാളിറ്റി ഓൾറെഡി ഉള്ള മനുഷ്യന്റെ മേലും എന്തില്ലായിരുന്നു? പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഭക്തനായി ജീവിക്കാനോ നന്മ ചെയ്യാനോ പ്രാർത്ഥിക്കാനോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനോ ഇതിനൊന്നും ആരുടെ സഹായം വേണ്ട? പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണ്ട. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നത് പാപത്തിൽ നിന്ന് വേർപെട്ടൊരു ജീവിതം നയിച്ച് നിത്യതയിലെത്താൻ സഹായിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായോ? അപ്പോൾ നിത്യതയ്ക്കുള്ള യോഗ്യതയിലേക്ക് അവർ കടന്നു വന്നത് എപ്പോഴാണ്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവർ ദൈവകൃപയിലേക്ക് പ്രവേശിച്ചപ്പോഴാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് വരെയും പ്രാർത്ഥിച്ചതെല്ലാം ദൈവം എനിക്ക് മറുപടി വന്നെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, മറുപടിയൊക്കെ കിട്ടും. മേപ്പോട്ട് പോകണമെങ്കിൽ ദൈവ കൽപ്പന അനുസരിച്ച് ദൈവകൃപയിൽ ജീവിക്കണം.